അടുത്ത വണ്ടി 2010 വാഗണർ. സെക്കൻഡ് ഓണർഷിപ്പ് അല്ല തേർഡ് ഓണർഷിപ്പ് ആണ്. 1.16 ഓട്ടം. മായന്നൂർ 2022 CNG ഉള്ള എസ്പ്രസോ VXI പ്ലസ്. ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് തൃശ്ശൂരല്ല, പഴയൊരു ട്രസ്റ്റ് ആൻഡ് റൈഡ് എന്നൊരു കാറിൻ്റെ യൂസ്ഡ് കാറിൻ്റെ ഷോറൂമിലേക്കാണ്. ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് ഉള്ളിൽ പോയിട്ട് നോക്കാം. അപ്പോൾ ഗായ്സ്, ഇതാ നമ്മുടെ ട്രസ്റ്റ് ആൻഡ് റൈഡിൻ്റെ ആൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പേരെന്താണ്? പേര് നൗഷാദ്. എവിടെ വീട്? ഇപ്പോൾ വീട് കല്ലേപ്പാടം. ബ്രോ, ഫസ്റ്റ് വണ്ടി നമ്മുടെ ഫസ്റ്റ് വണ്ടി അൾട്ടോ 800 2019 ഡിസംബർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്, 4 ടയർ പുതിയത്, റീപ്ലേസ്മെന്റ് ഇല്ല. അതുപോലെ പക്ക കണ്ടീഷൻ. 51,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മണ്ണാർക്കാട് രജിസ്ട്രേഷൻ. വണ്ടി ലോക്കാണോ? വണ്ടി ലോക്കമില്ല. ആൻഡ്രോയിഡ്, റിവേഴ്സ് ക്യാമറ എല്ലാം ഉണ്ട്. ടയറുകളൊക്കെ 4 പുതിയത്. ഉണ്ടോ? ക്യാമറ എല്ലാം ഉണ്ട്. പിന്നെ ഇപ്പോ അടുത്ത വണ്ടി ഇത് 2019 ഡിസംബർ വണ്ടി. 2,85,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. ഏകദേശം 90% ലോണും കയറും. ഫസ്റ്റ് എല്ലാവരും 10,000 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. നല്ല സിബിൽ ആണെങ്കിൽ ഫുൾ ലോണും കയറും. അടുത്ത വണ്ടി 2010 വാഗണർ. സെക്കൻഡ് ഓണർഷിപ്പ് അല്ല തേർഡ് ഓണർഷിപ്പ് ആണ്. 1.16 ഓട്ടം. മായന്നൂരത്താണ് വണ്ടി. ടെസ്റ്റ് ആയിട്ട് ടെസ്റ്റ് എടുത്തു കൊടുക്കും 1.75. അത് നെഗോഷ്യബിൾ ആണ്. ഇൻഷുറൻസ് ടെസ്റ്റ്. ഇത് 2020 എക്സ്പ്രസോ. സിംഗിൾ ഓണർ, 46,000 കിലോമീറ്റർ, ആലത്തൂർ രജിസ്ട്രേഷൻ വണ്ടി. ഈ വണ്ടി വല്ല 3,40,000 രൂപ. ഫുൾ കവർ ഇൻഷുറൻസ് എല്ലാം ഇതിൽ ഉൾപ്പെടും. പ്രൈസ് വരുന്നത് 3,40,000 രൂപ. ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. മേജർ ആക്സിഡന്റ് അല്ല. ഇതും ഫുൾ ലോൺ കയറും. ഇത് 2019 വാഗണർ 1 ലിറ്റർ VXI. ഇത് 4.5 ലക്ഷം രൂപ. പ്രൈസ് ചെറുതായിട്ട് നെഗോഷ്യബിൾ ആണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഇതില്. ഫസ്റ്റ് പ്രൈസ് വരുന്നത് 4.5 ലക്ഷം രൂപ. ഫുൾ ലോണ് കയറും. അടുത്ത വണ്ടി 2014 ഡിസയർ VXI. സിംഗിൾ ഓണർഷിപ്പ്, 90,000 കിലോമീറ്റർ. ഇത് വണ്ടി വില 3,75,000 രൂപ. ഫസ്റ്റ് എത്ര എടുക്കേണ്ടി വരും? ഡൗൺ പേയ്മെന്റ് 10 രൂപ ഇറക്കാം. അടുത്ത വണ്ടി വന്നിട്ട് 2018 വാഗണർ. സിംഗിൾ ഓണർഷിപ്പ്, KL 48. നമ്മുടെ നാട്ടിലെ രജിസ്ട്രേഷൻ. ഫാൻസി നമ്പർ. സിംഗിൾ ഓണർഷിപ്പ്, 48,000 ഓട്ടം. 4 ടയർ പുതിയത്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഈ വണ്ടി വില വന്നിട്ട് നമുക്ക് 3,45. ഫസ്റ്റ് എമൗണ്ട് എത്ര? ഇത് ഫുൾ ലോൺ ഏകദേശം കയറും. 3.5 രൂപ ലോൺ കയറും. ഇത് 2020 സെക്കൻഡ് ഓണർഷിപ്പ്, 90,000 കിലോമീറ്റർ വണ്ടി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇത് 4.45. 1 ലിറ്റർ ആണ് VXI. മാനുവൽ ഓട്ടോമാറ്റിക്കാ? മാനുവൽ. ഇത് 2016 സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന എസ് ക്രോസ്. നല്ല വണ്ടി, ഡീസൽ വണ്ടിയാണ്. 1.60 ഓടിയുണ്ട്. മേജർ ആയിട്ടുള്ള റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പമ്പറൊക്കെ ഒന്ന് ടച്ച് ചെയ്യാണ്ട് ഫുൾ പോളിഷ് ഒക്കെ ചെയ്ത് 4.70 ഷോറൂം കണ്ടീഷൻ ആക്കിയിട്ട് കൊടുക്കും. നമ്പർ പ്ലേറ്റ് എല്ലാം മാറും. ഷോറൂം കണ്ടീഷൻ ആയിട്ട് കൊടുക്കും. ഇത് 2022 സെലീറിയോ ZXI. സിംഗിൾ ഓണർഷിപ്പ്, 40,000 ഓട്ടം. പമ്പറുകളൊക്കെ റീപ്ലേസ് ഉണ്ട്. മേജർ ആയിട്ടുള്ള ഒന്നുമില്ല. 4.75 കൊടുക്കാം ഫൈനല്. ഫുൾ ലോൺ കയറും. ZXI ആണ്. 8 ടോപ്പാണ്. ഇത് എത്ര? 4.75. ഫുൾ ലോൺ കയറും. ഇത് 2022 CNG ഉള്ള എസ്പ്രസോ VXI പ്ലസ്. 2022. ഇതില് സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി. 87,000 ഓടിയുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ആൻഡ്രോയിഡ്, റിവേഴ്സ് ക്യാമറ എല്ലാം ഉണ്ട്. ഇത് 3,60,000 രൂപ.
3 വർഷത്തെ ഇത് ഫുൾ ലോണ് കയറും. ഓക്കെ ഓക്കെ. ഇത് നമ്മുടെ ലക്കി ഡ്രോയിലുള്ള വണ്ടിയാണ്. അതായത് നമ്മളൊരു കൂപ്പൺ പരിപാടി ഉണ്ട്, അതിലുള്ള വണ്ടിയാണ്. ഇത് 2010. അപ്പൊ ഈ വണ്ടി ഇപ്പോ സെയിലുള്ള അത് സെയിലിനുള്ളതല്ല, സെയിലിനുള്ള കൂപ്പൺ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഇത് ഓൺലൈൻ പറ്റില്ലേ? ഒരു ടോക്കൺ 300 രൂപ വരിക. അത് ടോട്ടൽ 550 ടോക്കൺ. അതിൽ എടുക്കുന്ന ഒരാൾക്ക് വണ്ടി കിട്ടും. ഇനി വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയാണ് അത്. ഇതിപ്പോ ഏകദേശം 300 ടോക്കൺ കഴിഞ്ഞു. പിന്നെ ഇത് 2010 ZS കെ സീരീസ് എഞ്ചിൻ. പുതിയ പേപ്പർ എടുത്ത് വണ്ടി ഫുള്ള് പെയിന്റിങ്ങും പോളിഷും ചെയ്തിട്ട് 1.35 കൊടുക്കും. 1.35 അതിൽ കുറയൊന്നുമില്ല. ലാസ്റ്റ് പ്രൈസ്. ഇത് 2016 ഡിലൈറ്റ്. ഇത് നമുക്ക് 1.65 കൊടുക്കാം. 16 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, ഫുൾ ലോൺ കയറും. 1.80 ലോൺ തന്നെ കയറും. ഫുൾ കവർ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം. ഇതൊന്നുമില്ല, ഉള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് പറയും. കണ്ടീഷൻ കൂടുതൽ ചോദ്യം മാരുതി വണ്ടികൾക്കാണ് ചോദ്യം കൂടുതൽ. എന്താ പറഞ്ഞാൽ ലോണ് കയറും. അത് കാരണം അതുകൊണ്ട് അങ്ങനെ ലോണും അതെ. പിന്നെ ആൾക്കാർക്ക് നമുക്ക് വിശ്വസിച്ച് കൊടുക്കാം. വേറെ കംപ്ലൈന്റുകളൊന്നും വരില്ല. പാർട്സിന് വില കുറവാണ്, മെയിൻ്റെനൻസ് കുറവാണ്. പിന്നെ നമ്മള് നാട്ടിൻ പ്രദേശം ആയത് കാരണം കൊണ്ട് നല്ല വണ്ടിയെ കൊടുക്കുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അങ്ങനത്തെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് കൂടിയ വണ്ടികൾ മിഡിൽ ക്ലാസ് നമുക്ക്. ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ ലൊക്കേഷൻ എവിടെ? നമുക്ക് ലൊക്കേഷൻ നമ്മുടെ പഴയനൂർ പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്ത് തന്നെ. അവിടെ പഴയ സ്കൂളിന്റെ ഷാഡ് ഹൗസിന്റെയും പോലീസ് സ്റ്റേഷന്റെ ഇടയില്. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഗൈസ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുള്ളിയെ വിളിക്കുക. പുള്ളീന്റെ നമ്പർ താഴെ കൊടുക്കുക, എൻ്റെ നമ്പർ കൊടുക്കുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ ബൈ.